മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ആണെങ്കിൽ ആ ഗുണ്ടയെ അടിച്ചോടിച്ചുകൊണ്ട് തന്നെ തിരിച്ചു കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരോടായിട്ട്, ഇനി ആരും പേടിക്കണ്ട, അവനെ ഞാൻ അടിച്ചോടിച്ചിട്ടുണ്ട്. അവൻ ഇനി അടുത്ത കാലത്തൊന്നും ഈ പരിസരത്ത് പോലും വരില്ല. അവന് നടു ഒടിഞ്ഞ ലക്ഷണമാണെന്നെല്ലാം അവരോടെല്ലാവരോടായിട്ട് പറയുന്നത് കേട്ട് എല്ലാവരുമാണെങ്കിൽ ആകെ ഭയപ്പെട്ട് തന്നെ നിൽക്കുന്നു. ഇനി ഒന്നും പേടിക്കാനില്ല, എല്ലാവരും സന്തോഷത്തോടുകൂടി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളിലോട്ട് കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ കേക്ക് കട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്താൻ പോവുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഹിയും കണ്ണനുമാണെങ്കിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും നടത്തിയതിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ആ വെഡ്ഡിങ് ആനിവേഴ്സറി അവിടെ വെച്ച് ആഘോഷിക്കുകയാണ്. പിന്നീട് മേഘനാഥനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആ ഗുണ്ടയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ എന്ന് ഒരു കാര്യം ഏൽപ്പിച്ച ഒരു കാര്യം നേരാവണ്ണം ചെയ്യില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടയെ വഴക്ക് പറയുന്നുണ്ട് മേഘനാഥൻ. എൻ്റെ കയ്യിൽ നിന്നും കാശ് എണ്ണി വാങ്ങിച്ചപ്പോൾ നിനക്ക് എന്തോ ആത്മവിശ്വാസമായിരുന്നു, എനിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല സാറേ, ഞാനിതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്ന അവസ്ഥയായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ അയാളെ കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ സാറേ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയില്ലേ, ഞാൻ എന്തുമാത്രം പാടുപെട്ടാണ് അതിനകത്ത് കയറിപ്പറ്റാൻ ശ്രമിച്ചത്. പക്ഷേ ആ മാർക്കോയും കൂട്ടുകാരനും അപ്പോൾ അവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് അവർ കാണാതെ ഞാൻ അവിടെ ഒളിച്ചു നിൽക്കുകയെല്ലാം ചെയ്തതാണ്. പക്ഷേ അവൻ എങ്ങനെയാണോ എന്നെ കണ്ടുപിടിച്ചു, എൻ്റെ നടു തല്ലി ഒടിച്ചു സാറേ. ഇനി എനിക്ക് ജീവിതത്തിൽ എണീറ്റ് നടക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥൻ്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് തന്നെ കരയുകയാണ്. ഇത് കണ്ടുകൊണ്ട് കലിതുള്ളിക്കൊണ്ട് നിൽക്കുന്ന മേഘനാഥൻ പറയുന്നുണ്ട്, ഇവൻ എങ്ങനെയാണൊന്ന് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ, ആരെ ഏൽപ്പിച്ചാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ചേരുകയാണല്ലോ ദൈവമേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അയാളെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ട് മേഘനാഥൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഉണ്ണിയാണ് കാണിക്കുന്നത്. ഉണ്ണിയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇരുന്നുകൊണ്ടായില്ല മോനെ, എത്രയും പെട്ടെന്ന് കരുണയുടെ അടുത്ത് പോകാൻ നോക്ക്, നിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ മോനെ ഇന്ന്, അതുകൊണ്ട് കരുണയെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അവൾക്ക് എന്തെങ്കിലും പ്രസൻറ്റ് എല്ലാം മേടിച്ചുകൊണ്ട് നീ അവിടെ പോകാൻ പറയുന്നുണ്ട് ദുർഗ. പിന്നെ കരുണയോടായിട്ട് മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, മോളെ നീ ഉണ്ണിമോനെ ഒന്ന് വിളിക്ക്, എത്ര വന്നാലും നിൻ്റെ ഭർത്താവല്ലേ, അവനെ നീ സമയത്ത് വിളിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു മാർഗം, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് കരുണയുടെ അടുത്ത് ചെല്ലുമ്പോൾ കരുണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ല ഇതിൻ്റെ അടുത്ത് വന്ന് പറയാൻ, ആ മന്ദബുദ്ധിയായ ഭർത്താവിനെ ഇനി ഞാൻ സ്വീകരിക്കാൻ ഒരിക്കലും പോകുന്നില്ല, അതോർത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ആണെങ്കിൽ അവിടെ കിടന്ന് കല്ല് തുള്ളുന്നുണ്ട്. അത് കണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ മനോവിഷമം ഉണ്ടാകുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ലേ ഒരിക്കലും, എന്തു വന്നാലും നിൻ്റെ ഭർത്താവാണ്, എങ്ങനെയെങ്കിലും നിൻ്റെ കാര്യം കഴിഞ്ഞു പോകണമെങ്കിൽ അവൻ്റെ കൂടെ ജീവിച്ചേ പറ്റുള്ളൂ, അച്ഛനും മുത്തശ്ശിയൊന്നും ഒരിക്കലും മോളുടെ കൂടെ ഉണ്ടാവില്ല, എന്നാണെങ്കിലും മോൾ ഉണ്ണിമോൻ്റെ കൂടെ തന്നെ ജീവിക്കേണ്ടതാണ്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവനുമായിട്ട് സന്ധി ചേർന്ന് പോകണമെന്നെല്ലാം പറയുകയാണ് നമ്മുടെ കരുണയോട്. ദുർഗ പറഞ്ഞ പ്രകാരം ഉണ്ണിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പേടിച്ച് ഉണ്ണിയാണെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ കരുണയുടെ അടുത്തു നിന്നും ഇനി എന്താണോ ഞാൻ കേൾക്കേണ്ടി വരുമെന്നുള്ള ആകെ ഒരു മനപ്രയാസത്തോടു കൂടി തന്നെ ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നു. അതേസമയം വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയുമാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് നോക്കുമ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ വന്നിരിക്കുന്നത് കണ്ട് അവർക്ക് ആകെ ഒരു വിഷമമാവുന്നുണ്ട്. ഇനി കരുണമോൾ എന്താണോ പറയാൻ പോകുന്നതെന്നോർത്ത്. അങ്ങനെ കരുണയ്ക്കാണെങ്കിൽ ഉണ്ണി വരുന്നത് കണ്ടിട്ടാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. കരുണയാണെങ്കിൽ ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എനിക്ക് ഇയാളുടെ മുഖം പോലും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴേക്കും മോഹിനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മോഹിനി പറയുന്നു, മോളെ നിങ്ങളുടെ വിവാഹ വാർഷികമല്ല ഇന്ന്, അതുകൊണ്ട് ഉണ്ണിമോനുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്കും മോളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി തന്നെ കരുണയോടായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ എന്നോട് ഒരു കാര്യം പറയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നു. അതേസമയം ഉണ്ണിയാണെങ്കിൽ അകത്തോട്ട് കയറുന്നതിന് മുമ്പേ തന്നെ കരുണയാണെങ്കിൽ ആട്ടിപ്പായിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനകത്തോട്ട് കയറി വന്നാൽ ഞാൻ എൻ്റെ ശവം ഈ ഉത്തരത്തിൽ കിടന്ന് ആടുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വളരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ കരുണയാണെങ്കിൽ അകത്തോട്ട് പോകുന്നു. ഇത് കണ്ട് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.